ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ലാംഗ്വേജ് സ്കിൽസും അത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസും ആണ്. ലാംഗ്വേജ് സ്കിൽസ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് 4 ലാംഗ്വേജ് സ്കിൽസ് ആണുള്ളത്. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഈ 4 ബേസിക് സ്കിൽസിനെയും നമ്മൾ LSRW എന്നാണ് പറയാറ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. LSRW സ്റ്റാൻഡ്സ് ഫോർ വാട്ട് ഈസ് LSRW? ഇങ്ങനെയൊക്കെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്നാണ്. അപ്പോൾ നമുക്ക് 4 ലാംഗ്വേജ് സ്കിൽസ് ആണുള്ളത്. ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, അതായത് LSRW. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലാംഗ്വേജ് സ്കിൽസിനെ 2 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റിസപ്റ്റീവ് സ്കിൽസ്, പ്രൊഡക്റ്റീവ് സ്കിൽസ്. അപ്പോൾ ഈ റിസപ്റ്റീവ് സ്കിൽസിന് ഇൻപുട്ട് സ്കിൽസ് എന്നും പറയാറുണ്ട്, പ്രൊഡക്റ്റീവ് സ്കിൽസിന് ഔട്ട്പുട്ട് സ്കിൽസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് റിസപ്റ്റീവ് സ്കിൽസ് എന്ന് നോക്കാം. റീഡിംഗ് ആൻഡ് ലിസ്ണിംഗ് ആണ് റിസപ്റ്റീവ് സ്കിൽസ്. പ്രൊഡക്റ്റീവ് സ്കിൽസ് ആണെങ്കിൽ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് റിസപ്റ്റീവ് സ്കിൽസ് എന്താണെന്ന് നോക്കാം. Skills that receive information or understands information are called receptive skills or input skills. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന സ്കിൽസിനെയാണ് നമ്മൾ റിസപ്റ്റീവ് സ്കിൽസ് അഥവാ ഇൻപുട്ട് സ്കിൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു ആശയം കേൾക്കുമ്പോഴും ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇൻപുട്ടാണ് കിട്ടുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് ഈ 2 സ്കിൽസിനെയും റിസപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. പ്രൊഡക്റ്റീവ് സ്കിൽസ്. സ്കിൽസ് ദാറ്റ് ഇൻവോൾവ്സ് ഇൻ പ്രൊഡ്യൂസിങ് ലാംഗ്വേജ് ഓർ ഇൻഫോർമേഷൻ ഈസ് കാൾഡ് പ്രൊഡക്റ്റീവ് സ്കിൽസ് ആർ ഔട്ട്പുട്ട് സ്കിൽസ്. സോ നമ്മൾ ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനും ഇൻഫർമേഷൻസ് എക്സ്പ്രസ് ചെയ്യാനും ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്കിൽസിനെയാണ് നമ്മൾ പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് പ്രൊഡക്റ്റീവ് സ്കിൽസ്. അപ്പോൾ നമുക്കിനി ഓരോ സ്കിൽസിനെ ഡീപ്പായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ലിസ്ണിംഗ് സ്കിൽസാണ്. ദ അബിലിറ്റി ടു റിസീവ് ആൻഡ് ഇൻ്റർപ്രറ്റ് മെസ്സേജസ്, അതായത് കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവിനെയാണ് ലിസ്ണിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ലിസ്ണിംഗ് ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈപ്സ് ഓഫ് ലിസ്ണിംഗ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇൻഫർമേഷണൽ ലിസ്ണിംഗ്, അതായത് ലിസ്ണിംഗ് ടു ലേൺ. നമ്മൾ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി അറിവ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നതിനെയാണ് ഇൻഫർമേഷണൽ ലിസ്ണിംഗ് എന്ന് പറയുന്നത്. അടുത്ത ലിസ്ണിംഗ് ക്രിട്ടിക്കൽ ലിസ്ണിംഗ്, ലിസ്ണിംഗ് ടു ഇവാലുവേറ്റ് ആൻഡ് അനലൈസ്. അതായത് നമ്മൾ ഒരു കാര്യം ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റ് പറയുന്നത് കറക്റ്റാണോ, അങ്ങനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിസൺ ചെയ്യുന്നതിനെയാണ് നമ്മളെന്താ പറയുന്നത് ക്രിട്ടിക്കൽ ലിസ്ണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് therapeutic or empathetic or sympathetic listening. So listening to understand feelings and emotions, അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ലിസൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എംഫത്തറ്റിക് അല്ലെങ്കിൽ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് അപ്രീഷിയേറ്റീവ് ലിസ്ണിംഗ്, ലിസ്ണിംഗ് ഫോർ എൻജോയ്മെൻറ്റ്, അതായത് എക്സാമ്പിൾ മ്യൂസിക്. അതായത് നമ്മൾ എൻജോയ്മെൻറ്റ്, അതായത് ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് ലിസൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്രിഷിയേറ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലിസ്ണിംഗ് ടു മ്യൂസിക്, ഡ്രാമാസ് എക്സെട്ര. ആക്റ്റീവ് ആർ കോംപ്രിഹെൻസീവ് ആർ ഫോക്കസ് ലിസ്ണിംഗ് ആണ് അടുത്തത്. ലിസ്ണിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ദാറ്റ് ഹാസ് ബീൻ സെൻറ്റ്. എക്സാമ്പിൾ ലിസ്ണിംഗ് ന്യൂസ്, ലെക്ചേഴ്സ്, ഗെറ്റിംഗ് ഡിറക്ഷൻസ് ഫ്രം സമ്മൺ. അതായത് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ലിസൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് അഥവാ കോംപ്രിഹെൻസീവ് അഥവാ ഫോക്കസ് ലിസണിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ന്യൂസ്, എന്തെങ്കിലും ഒരു ന്യൂസ് ലിസൺ ചെയ്യുന്നത്, ലെക്ചേഴ്സ് ലിസൺ ചെയ്യുന്നത്. അഥവാ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, നമുക്ക് വഴി അറിയില്ല, ആരുടെങ്കിലും ഡിറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് ലിസൺ ചെയ്യുന്നത്. ഈ ഒരു ലിസണിങ്ങിനെയാണ് നമ്മൾ ആക്റ്റീവ് ലിസണിങ് അഥവാ ഫോക്കസ് ലിസണിങ് എന്ന് പറയുന്നത്. സോ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ദാറ്റ് ഹാസ് ബീൻ സെൻറ്റ്. സോ നെക്സ്റ്റ് വന്നിട്ട് ഇനാക്റ്റീവ് ലിസണിങ്. ഇനാക്റ്റീവ് ലിസണിങ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ആക്റ്റീവ് ലിസണർ. ദ ലിസണർ pretends that he is listening but actually not. ഇനാക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ പറയുമല്ലോ മെൻ്റലി ഔട്ടും
ഫിസിക്കലി പ്രസൻറ്റും ആണെന്ന് പറയത്തില്ലേ, അതെയാണ് ഇനാക്റ്റീവ് ലിസണിങ്. അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്നത്, നമ്മൾ ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിലും മെൻ്റലി ഔട്ടായിരിക്കും ചില സമയങ്ങളിൽ. ആ ഒരു അവസ്ഥയാണ് ഇനാക്റ്റീവ് ലിസണിങ്. അതായത് നമ്മൾ ലിസൺ ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുന്നതിനെയാണ് ഇനാക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീക്കിംഗ് സ്കിൽസ് ആണ്. എ സ്കിൽ ദാറ്റ് enables us to express our ideas or needs of feeling. അതായത് നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നീഡ്സ് അല്ലെങ്കിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്കില്ലാണ് സ്പീക്കിംഗ് സ്കിൽ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് സ്കിൽസ് ഓഫ് സ്പീക്കിംഗ് ആണ്. നമ്മുടെ ഈ സ്കിൽസ് എഫക്റ്റീവ് ആക്കുന്ന കുറച്ച് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സബ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീക്കിങ്ങിന് നമുക്ക് 6 സബ് സ്കിൽസ് ആണ് ഉള്ളത്. ഫ്ലുവൻസി, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ്, ഇൻറ്റൊനേഷൻ ആൻഡ് ഗ്രാമർ. സോ ഈ 6 സബ് സ്കിൽസ് ആണ് നമ്മൾ സ്പീക്കിങ്ങിനെ എഫക്റ്റീവ് ആക്കുന്നത്. ഫ്ലുവൻസി, വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, സ്ട്രെസ്, ഇൻറ്റൊനേഷൻ ആൻഡ് ഗ്രാമർ. സോ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് റീഡിംഗ് സ്കില്ലാണ്. എ സ്കിൽ വിച്ച് എനേബിൾസ് അസ് ടു ഗെറ്റ് മീനിങ് ഫ്രം എ റിട്ടൺ ലാംഗ്വേജ്. ഒരു റിട്ടൺ ടെക്സ്റ്റ് അഥവാ റിട്ടൺ ലാംഗ്വേജിൽ നിന്ന് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കഴിവിനെയാണ് നമ്മൾ റീഡിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നമുക്ക് 4 ടൈപ്സ് ഓഫ് റീഡിംഗ് ആണുള്ളത്. സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ് റീഡിംഗ്, എക്സ്റ്റെൻസീവ് റീഡിംഗ്. സോ ഈ 4നെയും തന്നെയാണ് നമ്മൾ റീഡിങ്ങിൻ്റെ സബ് സ്കിൽസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്കിമ്മിങ് എന്താണെന്ന് നോക്കാം. സ്കിമ്മിങ് ഈസ് റീഡിങ് എ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് മീനിങ്. എക്സാമ്പിൾ റീഡിങ് ന്യൂസ് പേപ്പർ, മാഗസീൻസ് എക്സെട്ര. സോ സ്കിമ്മിങ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് റീഡിംഗ് ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെ ഒരു ജനറൽ മീനിങ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റീഡിങ് ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾസ്, മാഗസീൻസ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ ക്വിക്കായിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. ഈ ഒരു റീഡിങ്ങിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്കാനിങ്. സ്കാനിങ് മീൻസ് ഗോയിങ് ത്രൂ എ ടെക്സ്റ്റ് ടു ഫൈൻഡ് എ സ്പെസിഫിക് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ഓൾസോ എ ക്വിക്ക് റീഡിങ്. സോ അടുത്തത് നമ്മൾ സ്കാനിങ് ആണ് നോക്കാൻ പോകുന്നത്. സ്കാനിങ്ങും സ്കിമ്മിങ്ങിനെ പോലെ തന്നെ ഒരു ക്വിക്ക് റീഡിംഗ് ആണ്. നമ്മളൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് റീഡ് ചെയ്യുന്നതിനെയാണ് സ്കാനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിക്ഷണറിയിൽ ഒരു പർട്ടിക്കുലർ വേർഡിൻ്റെ മീനിങ് നോക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു ടെലിഫോൺ ഡയറക്ടറിയിൽ ഒരു ഫ്രണ്ടിൻ്റെ കോൺടാക്റ്റ് തപ്പുന്നത്, ഇതൊക്കെയാണ് സ്കാനിങ്. ഒരു പീസ് ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് റീഡ് ചെയ്യുന്നതാണ് സ്കാനിങ്. അപ്പോൾ സ്കിമ്മിങ്ങും സ്കാനിങ്ങും എന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് റീഡിംഗ് ആണ്. ടു ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് മീനിങ്. ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കാനിങ്ങും ഒരു ക്വിക്ക് റീഡിംഗ് ആണ്. ടു ഫൈൻഡ് എ സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ തിരഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് റീഡ് ചെയ്യുന്നതിനാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻറ്റൻസീവ് റീഡിംഗ്. Intensive reading means reading in detail with specific learning aims and task. So, intensive reading means reading in detail with specific learning aims and task. സോ നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒരു പേർപ്പസ്ഫുള്ളി റീഡ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സെമിനാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ റിപ്പോർട്ട് റീഡ് ചെയ്യുന്നത്, ഇതൊക്കെ വന്നിട്ട് പേർപ്പസ്ഫുള്ളി റീഡ് ചെയ്യുന്നതാണ്. അതായത് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഡീപ്പായിട്ട് റീഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് റീഡിങ്ങിനാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നാരോ റീഡിംഗ് ആർ ഡീപ്പ് റീഡിങ്. സോ ഇൻറ്റൻസീവ് റീഡിങ്ങിനെ നാരോ റീഡിംഗ് എന്നും ഡീപ്പ് റീഡിംഗ് എന്നും പറയാറുണ്ട്. നമ്മൾ ഡീപ്പായിട്ട് പേർപ്പസ്ഫുള്ളി ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ, ഫോർ എക്സാമ്പിൾ സെമിനാറിന് പ്രിപ്പയർ ചെയ്യുന്നത്, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു മെഡിക്കൽ റിപ്പോർട്ട് റീഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. നെക്സ്റ്റ്, എക്സ്റ്റെൻസീവ് റീഡിംഗ്. എക്സ്റ്റെൻസീവ് റീഡിംഗ് മീൻസ് റീഡിംഗ് ഫോർ എൻജോയ്മെൻറ്റ് ഓർ പ്ലഷർ. ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടിയിട്ട് റീഡ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ് റീഡിംഗ്. എക്സാമ്പിൾ റീഡിങ് എ നോവൽ. മറ്റേത് വന്നിട്ട് ഡീപ്പ് റീഡിംഗ് ആണ്. എന്തെങ്കിലും ഒരു പേർപ്പസ്ഫുള്ളി ഒരു എയിം അല്ലെങ്കിൽ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്നതാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് റീഡിംഗ് മീൻസ് റീഡിംഗ് ഫോർ എൻജോയ്മെൻറ്റ്. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് റീഡിംഗ് ആണ്. ഒരു കുട്ടിയിൽ എഫക്റ്റീവ് റീഡിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകേണ്ടത്.
പ്രീ റീഡിംഗ് സ്റ്റേജ്, വൈൽ റീഡിംഗ് സ്റ്റേജ്, പോസ്റ്റ് റീഡിംഗ് സ്റ്റേജ്. അപ്പോൾ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. സോ ആദ്യത്തെ സ്റ്റേജ് പ്രീ റീഡിംഗ് സ്റ്റേജ് ആണ്. അതായത് പ്രീ റീഡിംഗ് സ്റ്റേജ് ഇസ് ദ ടാസ്ക് ആർ ആക്ടിവിറ്റീസ് സ്റ്റുഡൻസ് ഡു ബിഫോർ ദ റീഡ് ദ ടെക്സ്റ്റ് ഇൻ ഡീറ്റെയിൽ. സോ പ്രീ റീഡിംഗ് സ്റ്റേജിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി ആക്ച്വലായിട്ട് ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ആക്ടിവിറ്റീസും ടാസ്കും ഒക്കെയാണ് പ്രീ റീഡിംഗ് സ്റ്റേജിൽ വരുന്നത്. ഈ ഒരു സ്റ്റേജിൻ്റെ പേർപ്പസ് എന്താണെന്ന് നോക്കിയാൽ ദ പേർപ്പസ് ഓഫ് ദി സ്റ്റേജ് ഈസ് ടു ഫാസിലിറ്റേറ്റ് വൈൽ റീഡിംഗ് സ്റ്റേജ്. അതായത് നെക്സ്റ്റ് സ്റ്റേജിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീ റീഡിംഗ് സ്റ്റേജിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടാസ്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്രീ റീഡിംഗ് സ്റ്റേജിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് പ്രെഡിക്റ്റിംഗ് ബേസ്ഡ് ഓൺ ദ ടൈറ്റിൽ. അതായത് നമ്മൾ വായിക്കാൻ പോകുന്ന ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക, അതിൻ്റെ മീനിങ് എന്താ, അതെന്തിനെക്കുറിച്ചാണ്, അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ തീം എന്താണ്, അതിനെ മനസ്സിലാക്കിയെടുക്കുക. അതാണ് പ്രെഡിക്റ്റിംഗ് ബേസ്ഡ് ഓൺ ടൈറ്റിൽ. ഇതാണ് ആദ്യത്തെ ടാസ്ക്. പിന്നെ ഉള്ളത് സ്കിമ്മിങ്. എന്താ പറയുക, ആ ടെക്സ്റ്റിനെ ചുമ്മാ ഗോ ത്രൂ ചെയ്തിട്ട് അതിൻ്റെ സ്കിമ്മിങ്, അതിൻ്റെ ജനറൽ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ആക്ച്വലി റീഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ ജനറൽ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഫോർ എക്സാമ്പിൾ തീം മനസ്സിലാക്കുക, ഇതൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് സ്കാനിങ്. സ്കാനിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിച്ചെടുത്തിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ ഓൾറെഡി നേരത്തെ മനസ്സിലാക്കി വെക്കുക. അതാണ് സ്കാനിങ്. നെക്സ്റ്റ് വൺ ഡിസ്കഷൻ. മറ്റുള്ളവരായിട്ട് ആ ടെക്സ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ തീമിനെ കുറിച്ച് ആ മനസ്സിലാക്കിയെടുത്ത വേർഡ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുക. ലാസ്റ്റ് വൺ ബ്രെയിൻ സ്ട്രോമിങ്. സോ ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതായത് ഗ്രൂപ്പായിട്ടിരുന്നിട്ട് നമ്മളെ മൈൻഡിൽ വരുന്ന എല്ലാവരുടെ മൈൻഡിൽ വരുന്ന സജഷൻസ്, ഐഡിയാസൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ്, ആ ഒരു ടെക്നിക്കിനെയാണ് ബ്രെയിൻ സ്ട്രോമിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രീ സ്റ്റേജിൽ ബ്രെയിൻ സ്ട്രോമിങ്ങും ചെയ്യാറുണ്ട്. സോ നമ്മുടെ അടുത്ത സ്റ്റേജ് വൈൽ റീഡിംഗ് സ്റ്റേജ് അഥവാ ത്രൂ റീഡിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്താണെന്ന് നോക്കിയാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡൺ വൈൽ റീഡിംഗ് ദ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ആക്ടിവിറ്റീസിനെയാണ്, അത് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് വൈൽ റീഡിംഗ് അഥവാ ത്രൂ റീഡിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദ പേർപ്പസ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ഈസ് ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കണ്ടൻറ്റ്. അതായത് നമ്മൾ വായിക്കുന്ന കണ്ടൻറ്റിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്ന് നോക്കാം. ദീസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് റീഡിംഗ് ഡിസ്കഷൻ, നമ്മൾ റീഡ് ചെയ്യുന്ന കാര്യം മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്, മറ്റുള്ളവർ ചോദിക്കുന്നു അഥവാ ടീച്ചർ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് കണ്ടൻറ്റിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അത് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. മാച്ചിങ്, നമ്മൾ അതിലുള്ള കണ്ടൻസ് മാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആധാർ നെയിം, അവിടെ വർക്ക്സ്, അങ്ങനെയൊക്കെ മാച്ച് ചെയ്യാറില്ലേ. അപ്പോൾ അതിലുള്ള വൊക്കാബുലറീസ് ആൻഡ് മീനിങ്സ് അങ്ങനെയൊക്കെ മാച്ച് ചെയ്യുന്നത്. ട്രൂ ഓർ ഫോൾസ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് ട്രൂ ആണോ, ആ കണ്ടൻറ്റിൽ ആ ഒരു പർട്ടിക്കുലർ പാസേജിൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ബെറ്ററായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ പാസേജിനെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല റീഡിങ്ങിനെ കുറച്ചുകൂടെ എന്തൂസിയാസ്റ്റിക്കും ആക്കും. സോ നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ് റീഡിംഗ് സ്റ്റേജാണ്. അതായത് നമ്മൾ വൈൽ റീഡിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജാണ് പോസ്റ്റ് റീഡിംഗ്. അതായത് നമ്മൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആക്ടിവിറ്റീസാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ് റീഡിംഗ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ആക്ടിവിറ്റീസ് ഡൺ ആഫ്റ്റർ ദ റീഡിംഗ് സെക്ഷൻ. നമ്മൾ റീഡിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആക്ടിവിറ്റീസാണ് പോസ്റ്റ് റീഡിംഗ് സ്റ്റേജ്. ദ പർപ്പസ് ആർ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു യൂസ് അക്വയർഡ് സ്കിൽസ് ഇൻ ഫർദർ റീഡിംഗ്സ് ആർ ആൾസോ ടു ഇൻറ്റഗ്രേറ്റ് ദം ഇൻ അതർ ലാംഗ്വേജ് സ്കിൽസ്, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് എക്സെട്ര. സോ ഈ ഒരു സ്റ്റേജിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്ന റീഡിംഗ് സ്കില്ല് നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും റീഡ് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ റീഡ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ റീഡ് ചെയ്ത് നമ്മൾ അക്വയർ ചെയ്ത കാര്യങ്ങൾ അതർ ലാംഗ്വേജ് സ്കിൽസ് ലൈക്ക് ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിങ്ങിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ പോസ്റ്റ് റീഡിംഗ് സ്റ്റേജിലുള്ള ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് റീടെല്ലിംഗ്, അതായത് റീഡ് ചെയ്ത കാര്യങ്ങൾ തിരിച്ച് പറയുന്നത്. ഇത് സ്പീക്കിംഗ് ആക്ടിവിറ്റി ആണല്ലേ, സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് റീടെല്ലിംഗ്. റൈറ്റിംഗ് എ പാരഗ്രാഫ്, റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ. റോൾ പ്ലേ, അതും സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സമ്മറൈസിങ്, സ്പീക്കിംഗ് സ്കിൽ അഗൈൻ.
ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് പറയുന്നത് റീടെല്ലിംഗ്, റൈറ്റിംഗ് എ പാരാഗ്രാഫ്, ഇതൊക്കെയാണ് പോസ്റ്റ് റീഡിംഗ് ആക്ടിവിറ്റി. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന സ്കിൽ റൈറ്റിംഗ് സ്കില്ലാണ്. ദ സ്കിൽ ദാറ്റ് എനേബിൾസ് അസ് ടു എക്സ്പ്രസ് അവർ ഐഡിയാസ് ഇൻ എ റിട്ടൺ വേർഡ്. സോ നമ്മുടെ ആശയങ്ങൾ നമ്മൾ റിട്ടൺ ഫോർമാറ്റിൽ എഴുതുന്നതിനെയാണ് റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. നമുക്ക് 4 ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, നറേറ്റീവ് റൈറ്റിംഗ്, പെർസുവേസീവ് റൈറ്റിംഗ്, എക്സ്പോസിറ്ററി റൈറ്റിംഗ്. സോ ഇതൊക്കെ എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ദ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഡിസ്ക്രൈബ് സംതിങ് ലൈക്ക് പ്ലേസ്, പേഴ്സൺ ഓർ എ തിങ്. അതായത് ഒരു പ്ലേസിനെയോ ഒരു പേഴ്സണെയോ ഒരു തിങ്സിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില നോവൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ആദ്യം ആ ക്യാരക്ടറിൻ്റെ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ അപ്പിയറൻസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ യൂബർ ഡ്രൈവർ ലുക്ക്ഡ് ലൈക്ക് എ ഡീഫ്ലാറ്റിംഗ് എയർ ബാഗ് ആൻഡ് സൗണ്ടഡ് ലൈക്ക് ടോക്ക് റേഡിയോ ഓൺ റിപ്പീറ്റ്. അതായത് ഇവിടെ ഒരു പേഴ്സണെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരു യൂബർ ഡ്രൈവറിനെയാണ്. അദ്ദേഹം ഡീഫ്ലാറ്റിംഗ് എയർ ബാഗ്, അതായത് അയാളൊരു എയർ ബാഗിനെ പോലെ ഉരുണ്ട ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളായിരുന്നു. ആൻഡ് സൗണ്ടഡ് ലൈക്ക് ടോക്ക് റേഡിയോ ഓൺ റിപ്പീറ്റ്, അതായത് അദ്ദേഹം ഒരു ടോക്കറ്റീവ് പേഴ്സൺ ആയിരുന്നു. അതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. ദ സൺസെറ്റ് ഫിൽഡ് ദ സ്കൈ വിത്ത് എ ഡീപ്പ് റെഡ് ഫ്ലൈം സെറ്റിംഗ് ദ ക്ലൗഡ്സ് അബ്ലേസ്. ഇവിടെ സൺസെറ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് സൺസെറ്റ് ആകുമ്പോഴത്തേക്കും സ്കൈ വന്നിട്ട് ഡീപ്പ് റെഡ് ഫ്ലെയിം, ഒരു ചുമന്ന തീജ്വാല പോലെ കത്തുകയായിരുന്നു. ആൻഡ് ദ ക്ലൗഡ്സ് ആർ അബ്ലേസ്, അത് കത്തുകയായിരുന്നു. അങ്ങനത്തെ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൻ്റെ എക്സാമ്പിൾസ്. സോ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഈസ് എ റൈറ്റിംഗ് ദാറ്റ് ഡിസ്ക്രൈബ് സംതിങ് ലൈക്ക് പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. സോ അടുത്ത ടൈപ്പ് ഓഫ് റൈറ്റിംഗ് നമുക്ക് നോക്കാം. Narrative writing. The type of writing that tells or narrates a story or an incident as in novels, autobiographies, plays, etc. സോ നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചോ ഒരു സിറ്റുവേഷനെ കുറിച്ചോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചോ നറേറ്റ് ചെയ്യുന്നതാണ്, ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നറേറ്റീവ് റൈറ്റിംഗ്. നമ്മൾ നോവൽസിലൊക്കെ കാണുന്ന പോലത്തെ ടെല്ലിങ് ആൻ എക്സ്പീരിയൻസ്, നറേറ്റിംഗ് ആൻ ഇൻസിഡൻറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ആ തേർഡ് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്, പെർസുവേസീവ് റൈറ്റിംഗ്. ദ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് സ്റ്റേറ്റ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ റൈറ്റർ ആൻഡ് അറ്റംപ്റ്റ്സ് ടു ഇൻഫ്ലുവൻസ് ദ റീഡർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ബിക്കോസ് ദ റൈറ്റർ ടേക്സ് എ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് സപ്പോർട്ട്സ് ഓർ ഒപ്പോസസ് ഇറ്റ്. സോ ഈ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് എന്താണെന്ന് നോക്കിയാൽ, റൈറ്റർ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എഴുതി അത് വായിക്കുന്ന റീഡേഴ്സിനെ അതുവഴി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയാണ് പെർസുവേസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിന് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് എന്നും പറയാറുണ്ട്. ബിക്കോസ് ദ റൈറ്റർ ടേക്സ് എ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് സപ്പോർട്ട്സ് ഓർ ഒപ്പോസസ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, റൈറ്റർ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റീനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ കുറിച്ച് എഴുതും. ഒന്നെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തിട്ടായിരിക്കും. സോ ഈ ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനാണ് പെർസുവേസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. കംപ്ലയിൻറ്റ് ലെറ്റേഴ്സൊക്കെ വായിക്കുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതുന്ന ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ്. അഡ്വർടൈസ്മെൻറ്റിൽ നമ്മളെന്താ പറയുക, നമ്മളുടെ പോയിന്റ് ഒരു റിവ്യൂ, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കുറിച്ച് ഒരു റിവ്യൂ ഒക്കെ ആയിരിക്കും പറയുന്നത്. അത് പെർസുവേസീവ് റൈറ്റിംഗ് ആണ്. അടുത്ത് വരുന്നത് റിവ്യൂ ഓഫ് ഐറ്റംസ്, ഓൾറെഡി പറഞ്ഞതുപോലെ. അടുത്ത് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, തീസിസ് ഓർ റിസർച്ച് പേപ്പറിൽ നമ്മൾ ഇതുപോലെ ഒരു പർട്ടിക്കുലർ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഒന്നെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തില്ല അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അതിൽ നമ്മൾ എഴുതുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനാണ് പെർസുവേസീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. Expository writing. This type of writing exposes or set forth certain facts. In expository writing, a topic will be introduced and laid out in a logical order. This kind of writing aims to explain and inform. So അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച്, എന്തെങ്കിലും ഒരു സർട്ടൻ ഫാക്ട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൈറ്റിംഗാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന type of writing. For example,
ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഫോഴ്സ് എന്നൊരു ഫാക്റ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ്. അതായത് അതിൻ്റെ എയിം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നതാണ്. സോ ഇൻ എക്സ്പോസിറ്ററി റൈറ്റിംഗ് എ ടോപ്പിക് വിൽ ബി ഇൻട്രൊഡ്യൂസ് ആൻഡ് ലെയ്ഡ് ഔട്ട് ഇൻ എ ലോജിക്കൽ ഓർഡർ. സോ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ടോപ്പിക്കിന് സിസ്റ്റമാറ്റിക്കലി അതിനെ വന്നിട്ട് എന്താ പറയുക, അതിനെ എക്സ്പോസ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ആദ്യം ഡിഫിനിഷൻ, അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾസ്, അത് കഴിഞ്ഞിട്ട് എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഉള്ള ഒരു റൈറ്റിങ്ങിനെയാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്സ്, ബിസിനസ് റൈറ്റിംഗ്, സയൻറ്റിഫിക് റൈറ്റിംഗ് എക്സെട്ര. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് ലാംഗ്വേജ് സ്കിൽസ്. ഒരു ലാംഗ്വേജ് ക്ലാസ് റൂമിൽ ഈ ലാംഗ്വേജ് സ്കിൽസ്, ഈ 4 ലാംഗ്വേജ് സ്കിൽസായ ലിസ്ണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഈ ലാംഗ്വേജ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചറിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ലിസ്ണിങ് സ്കിൽ. സോ ലിസ്ണിങ് സ്കില്ലിൽ നമുക്ക് ആദ്യത്തെ സ്ട്രാറ്റജി നോക്കാം. പേഴ്സണൽ ആക്ടിവിറ്റീസ് സച്ചസ് മോക്ക് ഇൻ്റർവ്യൂസ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ടെല്ലിങ് സ്റ്റോറീസ് എക്സെട്ര. സോ മോക്ക് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. മോക്ക് ഇൻ്റർവ്യൂസ് എന്ന് വെച്ചാൽ ആക്ച്വലുള്ള ഇൻ്റർവ്യൂവിനെ പോലെ പ്രിട്ടൻഡ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് മോക്ക് ഇൻ്റർവ്യൂ. പിന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, സ്റ്റോറി ടെല്ലിങ് എക്സെട്ര, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റീഡിങ് സ്കിൽ വന്നിട്ട് ഡെവലപ്പ് ചെയ്യാം. സെക്കൻഡ് വൺ വന്നിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നടത്താം. ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് മാറി മാറി അവരുടെ എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്യിപ്പിക്കുക, അവരുടെ സ്റ്റോറി പറയിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മാറി മാറി കുട്ടികൾ ലിസൺ ചെയ്യും. തേർഡ് വൺ വന്നിട്ട് ഓഡിയോ സെഗ്മെൻറ്റ്സ് ലൈക്ക് റേഡിയോ പ്രോഗ്രാംസ്, ലാംഗ്വേജ് ലാബ്, ഓൺലൈൻ പോഡ്കാസ്റ്റ്, ഇൻസ്ട്രക്ഷണൽ ലെക്ചേഴ്സ് ആൻഡ് അതർ ഓഡിയോ മെസ്സേജസ്. തേർഡ് വൺ വന്നിട്ട് ഓഡിയോ സെഗ്മെൻറ്റ്സ് ആണ്. അതായത് റേഡിയോ പ്രോഗ്രാം ലിസൺ ചെയ്യിപ്പിക്കുക, ലാംഗ്വേജ് ലാബിൽ അവിടുത്തെ ലാംഗ്വേജ് ലാബിലെ ഓഡിയോസൊക്കെ കേൾപ്പിച്ചിട്ട് അതിന് റെക്കോർഡ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് ഓൺലൈൻ പോഡ്കാസ്റ്റ് ഒക്കെ ലിസൺ ചെയ്യുക, ഇൻസ്ട്രക്ഷണൽ ലെക്ചേഴ്സ് ലിസൺ ചെയ്യിപ്പിക്കുക ആൻഡ് അതർ ഓഡിയോ മെസ്സേജസ്, ഇതൊക്കെയാണ് മൂന്നാമത്തത്. ഫോർത്ത് വൺ വീഡിയോ സെഗ്മെൻറ്റ്സ് ലൈക്ക് ന്യൂസ് പ്രോഗ്രാംസ്, ഡോക്യുമെൻ്ററി ഫിലിംസ്, ഷോർട്ട് ഫിലിംസ്, കോമിക് മെറ്റീരിയൽസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ ലിസൺ ചെയ്യിപ്പിക്കുക, ഇതൊക്കെയാണ് ഫോർത്ത് വൺ. സോ ലാസ്റ്റ് വന്നിട്ട് ഡിറ്റക്റ്റിംഗ് വേർഡ്സ് ഓർ സെൻറ്റൻസസ് ആൻഡ് ആസ്കിങ് ദം ടു റൈറ്റ്. സോ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വേർഡ്സൊക്കെ ലിസൺ ചെയ്തിട്ട് എഴുതാൻ പറയുക. സോ ഇതൊക്കെയാണ് ലിസ്ണിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് സ്പീക്കിംഗ് സ്കിൽസ് ആണ്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് എനേബിളിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് സ്പീക്കിംഗ് സ്കിൽസ് ലീഡിംഗ് ടു കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ്. സോ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സ്കില്ലാണ് സ്പീക്കിംഗ് സ്കിൽസ്. സോ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ആദ്യത്തെ സ്ട്രാറ്റജി. രണ്ടാമത്തത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വെയർ ലേണേഴ്സ് ക്യാൻ ടോക്ക് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്. അതായത് ഓൾറെഡി സ്പീക്കിംഗ് സ്കിൽസിൽ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക വെയർ ദ ലേണേഴ്സ് ക്യാൻ ടോക്ക് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്. അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് അവരെ കൊണ്ട് ടാർഗറ്റ് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിൽ അവരെ കൊണ്ട് സ്റ്റോറി പറയിപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇതൊക്കെയാണ് സെക്കൻഡ് സ്ട്രാറ്റജി. ആൻഡ് തേർഡ് വൺ ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അടുത്ത ഫോർത്ത് വന്നിട്ട് റോൾ പ്ലേ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഓരോരുത്തർക്ക് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടേഴ്സ് അസൈൻ ചെയ്തിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ സ്കിറ്റ് പോലെയൊക്കെ പെർഫോം ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് വൺ ബ്രെയിൻ സ്ട്രോമിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണ് ബ്രെയിൻ സ്ട്രോമിങ്. അതായത് അവരവരുടെ മൈൻഡിലുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ബ്രെയിൻ സ്ട്രോമിങ്. നെക്സ്റ്റ് വന്നിട്ട് സ്റ്റോറി ടെല്ലിങ്. നെക്സ്റ്റ് മോക്ക് ഇൻ്റർവ്യൂസ് ആൻഡ് ലാസ്റ്റ് പിക്ചർ ഡിസ്ക്രൈബിങ്. അതായത് ഒരു പിക്ചർ സ്ലൈഡിലോ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് സ്പീക്കിംഗ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ് സ്കില്ലിൻ്റെ സ്ട്രാറ്റജീസാണ്. ആദ്യം ഫോണിക്സ് മെത്തേഡ്. അതായത് നമ്മളൊരു പ്രീ സ്റ്റേജിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഫോണിക്സ് മെത്തേഡ് പ്രൈമറി ക്ലാസ്സസിലൊക്കെ. ഇതെന്താ വെച്ചാൽ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ആൽഫബറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സും കൂടെ പഠിപ്പിക്കുന്നതിനാണ് ഫോണിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ദ ഓൾ വേർഡ് അപ്രോച്ച് ആർ ലുക്ക് ആൻഡ് സേ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് ഡിസ്പ്ലേ ചെയ്തിട്ട് ഫ്ലാഷ് കാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടറിലോ ഡിസ്പ്ലേ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നതിനെയാണ് ഓൾ വേർഡ് അപ്രോച്ച് ഓർ ലുക്ക് ആൻഡ് സേ മെത്തേഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സെറ്റിംഗ് ടൈം ടു റീഡ് ഈച്ച് ഡേ ഇൻ ക്ലാസ്സസ്. അതായത് ക്ലാസ്സസിൽ ഡെയിലി
റീഡിംഗ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ വഴി നമുക്ക് റീഡിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് റൈറ്റിംഗ് സ്കിൽ. ബ്രെയിൻ സ്ട്രോമിങ് ദെയർ ഐഡിയാസ് ആൻഡ് ആസ്കിങ് ദം ടു റൈറ്റ് ഇൻ ദെയർ ഓൺ വേർഡ്സ്. അതായത് സ്വന്തമായിട്ടും നമ്മുടെ മൈൻഡിൽ തോന്നുന്ന ഐഡിയാസൊക്കെ വന്നിട്ട് എഴുതിപ്പിക്കുന്നതിനെയാണ്, അത് ഓൺ വേർഡ്സിൽ എഴുതിപ്പിക്കുന്നത് ആണ് ഫസ്റ്റ് സ്ട്രാറ്റജി. സെക്കൻഡ് വന്നിട്ട് ഇൻവോൾവിങ് ദം ഇൻ ഡിസ്കസ് കൺസ്ട്രക്ഷൻസ് ലൈക്ക് ലെറ്റർ റൈറ്റിംഗ്, പോസ്റ്റർ റൈറ്റിംഗ് എക്സെട്ര. സോ ഈ ഡിസ്കസ് കൺസ്ട്രക്ഷൻസ് ലൈക്ക് ലെറ്റർ റൈറ്റിംഗ്, പോസ്റ്റർ റൈറ്റിംഗ് ഒക്കെ അവരെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് വന്നിട്ട് റെഗുലർലി അസൈനിങ് റൈറ്റിംഗ് എക്സസൈസസ്. ഡെയിലി അവർക്ക് ഹോംവർക്ക് കൊടുത്തു വിടുന്നത്, റൈറ്റിംഗ് എക്സസൈസസ്, അങ്ങനത്തെ എക്സസൈസസ് ഒക്കെ കൊടുക്കുന്നത്. ഫോർത്ത് വൺ ആസ്കിങ് ദം ടു റൈറ്റ് ദേ ഷോർട്ട് സ്റ്റോറീസ്, സം പേഴ്സണൽ എക്സ്പീരിയൻസ് ആർ എനി ഇൻസിഡൻസ്. സോ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഒക്കെ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതൊക്കെയാണ് റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.